ഇനി ചേമ്പിൻ്റെ അടുക്കലങ്ങ് ഒഴിച്ചു കൊടുക്കുക തന്നെ അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു. തൊട്ടടുത്തുള്ള അടീനിയൻ ചെടിക്കുണ്ട് ഇതേ പ്രശ്നം. അതിനും ഇരിക്കട്ടെ കുറച്ച്, ഞാൻ അതിനും അടിച്ചു കൊടുക്കുകയാണ്. നല്ലോണം അടിച്ച്. ഈ ബക്കറ്റ് ഏകദേശം 13 ലിറ്ററിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 5 ലിറ്റർ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 1 ടീസ്പൂണാണ്. ഇങ്ങനത്തെ 3 ടീസ്പൂണിൻ്റെ ടേബിൾ സ്പൂണാണെന്ന് വിചാരിക്കാം. കണ്ടാൽ പഞ്ചസാര പോലെ ഉണ്ട്, തെറ്റിദ്ധരിക്കും. 2 ടേബിൾ സ്പൂണാണ് 5 ലിറ്ററിൽ കലക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ 6 ടീസ്പൂൺ ഇട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കലക്കിയ വ്യത്യാസമൊന്നും കാണില്ല, കളറില്ലാത്ത സാധനമാണല്ലോ. അതിന് കുറച്ച് ഈ സ്പ്രേ ബോട്ടിൽ എടുത്തു, പകുതി, എന്നിട്ട് ബാക്കി പകുതി വെള്ളവും ചേർത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് 1 ടേബിൾ സ്പൂൺ 5 ലിറ്റർ എന്നുള്ള കണക്കിലാണ് ഇലയിൽ സ്പ്രേ ചെയ്യാൻ. അപ്പോൾ അതിന് കണക്കാക്കി ഈ മിശ്രിതം ഉണ്ടാക്കി. എന്നിട്ട് എപ്സം സോൾട്ടിൻ്റെ മിശ്രിതം നല്ലോണം കലക്കിയിട്ട് കുലുക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയിലൊക്കെ. പർണപോഷണം എന്ന് പറഞ്ഞൊരു പരിപാടി വായിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്, അതായിരിക്കും ഇത്. ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഈ മാഗ്നീഷ്യം ഒരു മൊബൈൽ ന്യൂട്രിയൻ്റായിട്ടാണ് ഞാൻ വായിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ നിന്ന്, പഴയ ഇലയിൽ നിന്ന് പുതിയ ഇലയിലേക്ക് മാറ്റാനുള്ളൊരു കഴിവ് ചെടിക്കുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പഴയതും പുതിയതും നോക്കിയിട്ടല്ല. ഇതാണ് മാക്സിമം തകരാറുള്ള ഇല, അതിൽ ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം, ഇത് സ്പ്രേ ചെയ്താലും വലുതായിട്ട് അവിടെ പിടിക്കാൻ വഴിയില്ല. ചേമ്പിൻ്റെ ഇലല്ലേ, ചേമ്പിൻ്റെ ഇല വെള്ളം നിൽക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഇതവിടെ നിൽക്കാനൊന്നും വഴിയില്ല. പിന്നെ ഒരു മഴക്കാറ് കാണുന്നുണ്ട്, മഴ പെയ്ത് കംപ്ലീറ്റ് ഒലിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഏതായാലും കടക്കിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എഫക്റ്റ് രണ്ടിനും ഉണ്ടാവും വിചാരിക്കാം. ഇനി അടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കാം. അടിയിലാണ് കഴിഞ്ഞ ദിവസം കുറച്ച് പ്രാണികളൊക്കെ കണ്ടിരുന്നത്. അപ്പം പ്രാണികളെങ്ങാനും ഈ സ്പ്രേ വരുമ്പോൾ ഒന്ന് പോവുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇത് കീടനാശിനിയൊന്നുമല്ല, വെറും മാഗ്നീഷ്യം സൾഫേറ്റാണ്. പക്ഷേ എന്താ എഫക്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കല്ലേ. എന്തായാലും യൂട്യൂബിലൊരു സുഹൃത്ത് പറഞ്ഞെന്നാണ്, വായിച്ചു നോക്കിയപ്പോൾ നല്ലൊരു വഴിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനും ഇലയ്ക്ക്, പുതിയ ഇലയ്ക്ക് കണ്ടില്ലേ, ആ തകരാറ് കാണുന്നുണ്ട്. പക്ഷേ ക്ലോറോസിസിനെ പറ്റി വായിച്ചപ്പോൾ പറഞ്ഞത് അത് പഴയ ഇലകൾക്കൊക്കെ കൂടുതലുണ്ടാവുകയെന്ന്. പക്ഷെ ഇത് പുത്തൻ വിരിഞ്ഞ് വരുന്ന ഇലയ്ക്കും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണോ പ്രശ്നം എന്നറിയില്ല. ഏതായാലും